നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജ്യോതിഷ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതായത് 2024 ജൂലൈ 12. ഇന്ന് ചൊവ്വ മൂലത്രികോണമായ മേടൻ രാശിയിൽ നിന്ന് തൊട്ടടുത്ത രാശിയായ ഇടവൻ രാശിയിലേക്ക് സ്ഥാനം മാറുകയാണ്. ഇന്ന് വൈകിട്ട് 7:12 ഈ മാറ്റം സംഭവിക്കുന്നത്. അപ്പം അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇടവൻ രാശിയിൽ ഇപ്പോൾ ഓൾറെഡി വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാധീനത്തിൻ്റെ കാരകനും ധനകാരകനും സന്താനകാരകനും പൊതുവെ എല്ലാ കാര്യങ്ങളിലും സന്തോഷം നൽകുന്നതുമായ ദൈവിക ശക്തിയുള്ള വ്യാഴം എന്ന ഗ്രഹം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വ കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗുരുമംഗള യോഗം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം അവിടെ സംഭവിക്കുന്നു. ഗുരുവും മംഗളൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. അപ്പോൾ ഗുരുമംഗള യോഗം എന്ന് പറയുന്നത് ഐശ്വര്യദായകമായ ഒരു യോഗമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ചില കൂറുകളിൽപ്പെട്ട ഏതാനും നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ചൊവ്വയെ മാത്രം ആസ്പദമാക്കി ഫലം പറയുമ്പം നമ്മുടെ ജന്മക്കൂറിൻ്റെ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലമാണ് ഏറ്റവും അനുകൂലമായിട്ട് പറയുന്നത്. മൂന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയത്ത് ധൈര്യേ ഭൗമോ ജനേതി ജയം സ്വർണഭൂഷാപ്രമോദം, അതായത് ജയവും സ്വർണ്ണാഭരണങ്ങളും സന്തോഷവും ലഭിക്കുമെന്ന് പറയുന്നു. 6-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ, ജന്മക്കൂറിൻ്റെ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രിപുകലഹ നിവൃത്തിയും, ശത്രുക്കളുമായിട്ടുള്ള വഴക്കൊക്കെ അവസാനിക്കും, ശത്രുക്കളുടെ മേൽ ജയമുണ്ടാകും, രോഗശാന്തി ഉണ്ടാകും, എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകും. അതുപോലെ തന്നെ 11-ാം ഭാവം ധനലാഭത്തിൻ്റെ ഭാവമാണ്. നമ്മുടെ ജന്മക്കൂറിൻ്റെ 11-ൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയത്ത് ദ്രവ്യാരോഗ്യ ക്ഷേത്ര വൃദ്ധിച്ച ലാഭേ, പല പല ദ്രവ്യങ്ങൾ നമുക്ക് ലഭിക്കും, നല്ല ആരോഗ്യമുണ്ടാകും, ക്ഷേത്രം അല്ലെങ്കിൽ കൃഷിഭൂമി നമുക്ക് ലഭിക്കുന്നതാണ്. ആത്മീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മറ്റേ ക്ഷേത്രം, നമ്മുടെ അമ്പലം എന്നുള്ള അർത്ഥത്തിൽ തന്നെയുള്ള ക്ഷേത്രവും ലഭിക്കാം. പക്ഷേ ചൊവ്വ ഭൂമികാരകനായതുകൊണ്ട് വയലുകൾ അല്ലെങ്കിൽ കൃഷിഭൂമി ലഭിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഈ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ ചൊവ്വ സഞ്ചരിക്കുന്നവർക്ക് വളരെ ഗുണകരമായ അവസ്ഥയുണ്ടാകും, പ്രത്യേകിച്ച് വ്യാഴവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്. അതുകൂടാതെ ഏതാനും നക്ഷത്രക്കാർക്കും കൂടെ നല്ല ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ധനലാഭം ഉണ്ടാകാൻ ഇടയുള്ള ഓരോ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കർക്കിടകക്കൂറിൽപ്പെട്ട ആളുകൾക്കാണ്. കർക്കിടകക്കൂറിൽ വരുന്ന പുണർതത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം, അല്ലെങ്കിൽ പുണർതം, പൂയം, ആയില്യം. പുണർതത്തിൻ്റെ ഏതാണ്ട് പകുതി കഴിഞ്ഞുള്ളവർക്കേ ഇതിൻ്റെ ഫലം ശരിക്കും അനുഭവപ്പെടുകയുള്ളൂ. എന്നാലും പുണർതത്തിനും ഒരു പരിധിവരെ ഈ ഒരു ഗുണാനുഭവം ഉണ്ടാകും. പിന്നെ പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് 11-ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. 11-ൽ ചൊവ്വ എന്ന് പറയുന്നത് ഗുണകരമായ ധനലാഭം നല്ലപോലെ തരുന്ന ഒരവസ്ഥയാണ്. 11-ൽ വ്യാഴവും ഉണ്ട്. ഇപ്പോൾ ചൊവ്വയും വ്യാഴവും ബന്ധുക്കളായതുകൊണ്ട്, പരസ്പര ബന്ധുക്കളായതുകൊണ്ട് ഇവ തമ്മിലുള്ള യോഗം എന്ന് പറയുന്നത് വളരെ ഗുണകരമാണ്, ഗുരുമംഗള യോഗം. ഇപ്പോൾ ചൊവ്വ ഒരു പാപഗ്രഹമാണെന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ചില സ്ഥാനങ്ങളിൽ നിന്ന് ചൊവ്വ വ്യാഴത്തേക്കാൾ അനുഗ്രഹം നൽകുന്ന പല അവസ്ഥയുണ്ട്. ശത്രുദോഷമൊക്കെ തോൽപ്പിക്കാൻ ചൊവ്വയുടെ ചില സ്ഥാനങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോഴത്തേക്കും എല്ലാ അനുഗ്രഹങ്ങളും വ്യാഴത്തോട് ചേർന്ന് നമുക്ക് നൽകുന്നതാണ്. ഭാഗ്യാധിപനാണ് വ്യാഴം. പിന്നെ ചൊവ്വ 11-ലും വന്നിരിക്കുന്നു, വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് പല പല രീതിയിലുള്ള ലോട്ടറി ലാഭം, പെട്ടെന്നുള്ള ധനലാഭം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും നമ്മളെ ധനപരമായിട്ട് സഹായിക്കുക, നമ്മളൊരു പ്രതിസന്ധിയിൽ പെട്ട് നിൽക്കുകയാണെങ്കിൽ, വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു സമയമാണെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ സോഴ്സിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് എത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് സംഭവിക്കാം. പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക്, പൂയം, ആയില്യംകാർക്ക് ഈ അനുഭവം കൂടുതലായിട്ട് ഉണ്ടാകും. അവർക്ക് മറ്റ് ചില ഗ്രഹസ്ഥിതികളും ഗുണകരമാകും. അതായത് കർക്കിടകത്തിലാണ് ബുധനും ശുക്രനും ചേർന്ന് സഞ്ചരിക്കുന്നത്. മാത്രമല്ല
അവരുടെ ജന്മരാശിയിലേക്ക് സൂര്യൻ എത്തിച്ചേരുമ്പോൾ ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും അവിടെ രൂപപ്പെടും. അപ്പോൾ അതും ഗുണകരമായിട്ട് വരുന്നതാണ്. അങ്ങനെ പല രീതിയിൽ ഈ സമയം അവർക്ക് ഗുണകരമാണ്. അതുപോലെ തന്നെ സന്താന ഭാവത്തിൻ്റെ സന്താന കാരകനാണ് വ്യാഴം. നല്ല സന്താനങ്ങളെ നൽകുക, ബുദ്ധിയും ആത്മവീര്യവും ശാരീരിക ശക്തിയുമുള്ള സന്താനങ്ങളെ നൽകുന്നത് വ്യാഴമാണ്. ആ വ്യാഴത്തോട് വീര്യം കൂടെയുള്ള, അതായത് ധൈര്യവും ഓരോ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്യാൻ കഴിവുള്ള ചൊവ്വ കൂടെ ചേരുമ്പോൾ സന്താനങ്ങൾക്ക് വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ സന്താനങ്ങൾ മുഖേനയും നമുക്ക് ധനലാഭം ഉണ്ടാകാം. ഈ ഗുരുമംഗള യോഗം എന്ന് പറയുന്ന പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ചൊവ്വ കൃഷികാരകനാണല്ലോ, കൃഷി ഭൂമിയുടെ കാരകനാണ്. അപ്പോൾ കൃഷിഭൂമിയിൽ നിന്ന് നല്ല ആദായം നൽകും. പിന്നെ ചൊവ്വ എന്ന് പറയുന്ന യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയൊക്കെ കാരകനാണ്. അതിൻ്റെ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭമാകും. അതുപോലെ ശസ്ത്രക്രിയയുടെയും ഒക്കെ കാരകനാണ്. അതുകൊണ്ട് ഡോക്ടർമാർക്കും ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്നവർക്കൊക്കെ ലാഭകരമായിരിക്കും. അങ്ങനെ പല രീതിയിലാണ്. മരുന്ന് വിൽക്കുന്നവർക്ക് ലാഭകരമായിരിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശിസ്സുകൾ ലഭിക്കുന്ന കാലമാണ്. പിന്നെ നമ്മുടെ ധനലാഭ ഭാഗം കൂടുതലായിട്ട് നോക്കുമ്പോൾ പിതൃസ്വത്തും മാതൃസ്വത്തും ഒക്കെ ലഭിക്കുന്നതാണ്. മനസന്തോഷവും കാര്യവിജയവും അവർക്ക് സിദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കർക്കടക കൂറുകാരുടെ ഫലം, അല്ലെങ്കിൽ പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാനിടയുള്ള ഫലം. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർ കർക്കടകത്തിൻ്റെ രാശ്യാധിപനായ ചന്ദ്രന് നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കുക, വെളുത്ത പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക, അല്ലെങ്കിൽ വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക. പിന്നെ പൗർണമി ദിവസങ്ങളിൽ ചന്ദ്ര ഭഗവാന് എന്തെങ്കിലും വഴിപാടുകൾ, അർച്ചനയോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ദുർഗാ ഭഗവതിക്ക് അർച്ചന, പട്ട് സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. പിന്നെ അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറുകാർക്ക് ഈ കാലം കുറച്ച് ഗുണകരമായിട്ട് നിൽക്കുന്ന സമയമാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ 6-ാം ഭാവത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. പൊതുവെ നോക്കുമ്പോൾ മൂലം, പൂരാടവും ഉത്രാടവും നമുക്ക് പറയാം. കാരണം ശനിയുടെ വക്രാവസ്ഥ കൊണ്ട് ഉത്രാടത്തിന് ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മൂലം, പൂരാട, ഉത്രാടക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ഗുണകരമാണ്. 6-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പം ശത്രുക്കളുടെ മേൽ വലിയ വിജയം നേടാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ കേസോ തർക്കമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാകാൻ കാരണമാകും. ശത്രുക്കൾ ചിലപ്പോൾ നാട് വിട്ടു തന്നെ പോകാനുള്ള സാധ്യതയുമുണ്ട്. വ്യാഴം 6-ൽ സഞ്ചരിക്കുന്നത് ഗുണകരമല്ല. പക്ഷേ ചൊവ്വ 6-ലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടുള്ള ഗുണാവസ്ഥയും ഈ സമയത്ത് ഉണ്ടാകും. വ്യാഴം 6-ൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ഗുണമല്ല. വ്യാഴത്തിന് 6-ാം ഭാവം എന്ന് പറയുന്നത് അനിഷ്ടകരമായ ഒരു ഭാവമാണ്. ഷഷ്ടേ മന്ത്രിണി പീഡയന്തിരിപവ സുജ്ഞാതയോ വ്യാധയ. ബന്ധുക്കളുടെ ഉപദ്രവം ഉണ്ടാവും, ശത്രുക്കളുടെ പീഡ ഉണ്ടാവും. ഇതാണ് 6-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ളത്. എന്നാൽ ഈ ചൊവ്വയുടെ പ്രത്യേകത എന്താണ്? 6-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രിപുകലഹ നിവൃത്തിയും, ശത്രുക്കളുമായിട്ടുള്ള കലഹത്തിന് മറുവഴി നമ്മൾ കണ്ടെത്തും. അതിനെ മറികടക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തും. അതിനുള്ള ധൈര്യവും അതിനുള്ള ദൈവാനുഗ്രഹവും എല്ലാം ആ സമയത്ത് സിദ്ധിക്കും. അതുകൊണ്ട് തന്നെ 6-ൽ ചൊവ്വ സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ്. ധനുക്കൂറുകാർക്ക് അതിൻ്റെ ഗുണം കിട്ടും. ശത്രുക്കളുടെ ചില കുൽസിത പ്രവൃത്തികൾ കൊണ്ട് തടഞ്ഞു വെക്കപ്പെട്ടിരുന്ന ധനം, അല്ലെങ്കിൽ അവരുടെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ലഭിക്കാതെയൊക്കെ പോയ ആനുകൂല്യങ്ങൾ, അതൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ പിതൃസ്വത്തും മാതൃസ്വത്തും ഒക്കെ ലഭിച്ചേക്കാം. സഹോദരങ്ങളിൽ നിന്നുള്ള അനുകൂലമായ നടപടികൾ ഉണ്ടാകും. സർക്കാരിൽ നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടാകും. നേരത്തെ നമുക്കെതിരെ പ്രവർത്തിച്ചിരുന്ന പലരും നമ്മളോട് അടുപ്പം കാണിച്ചു തുടങ്ങും. അങ്ങനെ പൊതുവെ നോക്കുമ്പോഴത്തേക്കും വളരെ നല്ല കാലമാണ്. ഇതോടൊപ്പം തന്നെ ഈ വ്യാഴം 6-ലായതുകൊണ്ട് ഒരു മങ്ങലാണ് വ്യാഴത്തിനുള്ളത് എങ്കിൽ പോലും ചൊവ്വയുമായിട്ട്, ചൊവ്വ എന്ന് പറയുന്നത് ഊർജ്ജസ്വലതയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയും വ്യാഴവുമായിട്ട് ചേരുമ്പോൾ സമൂഹത്തിൽ
ചില കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയാൽ നേതൃത്വം വഹിക്കാൻ തന്നെ സാധിക്കും. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനത്തിനാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ ഈ ചൊവ്വയും വ്യാഴവും ചേർന്നുള്ള യോഗം നമുക്ക് അതിൻ്റെ നേതാവായിട്ട് തന്നെ പ്രവർത്തിച്ച് നമ്മുടെ കാര്യം നേടി മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകാം, വസ്ത്രാഭരണാദി നേട്ടം ഉണ്ടാകാം, പ്രശസ്തി ഉണ്ടാകാം, രോഗശമനം, സർവകാര്യ വിജയം തുടങ്ങിയവയാണ് ഫലം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് ആക്റ്റീവ് ആകുന്ന സമയമാണ്. ധനുക്കൂറുകാർക്ക് ശനിയുടെ വക്രാവസ്ഥ ഗുണകരമാണ്. ഒന്നാമത് ഏഴര ശനിയൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. അപ്പം കുറച്ച് നാളായിട്ട് ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴ് കുറച്ച് കാലത്തേക്ക് അത് മാറുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ ഗുരുമംഗള യോഗം അവർക്ക് ഗുണകരമായിട്ട് വരും. അവർക്കും ലോട്ടറി മുഖേനയുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ധനം, വേറെ ആരെങ്കിലും നമുക്ക് തരാനുണ്ടായിരുന്ന ധനമാകാം, അല്ലെങ്കിൽ നിയമവഴിക്ക് നമുക്ക് ലഭിക്കേണ്ട ധനമാകാം, അതൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മൂലം പൂരാട ഉത്രാടക്കാർക്കും ഈ കാലം വളരെ ഗുണകരമാണ്. അപ്പോൾ അവർ മഹാവിഷ്ണുവിന് പ്രത്യേകമായിട്ട് വഴിപാട് ചെയ്യണം. ധനുക്കൂറിൻ്റെ നാഥൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിന് വഴിപാട് ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഭദ്രകാളി ദേവിക്കും വഴിപാട് ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് ചെയ്യുക, അതൊക്കെ വളരെ ഗുണകരമാണ്. നിങ്ങളൊരു നെയ്വിളക്ക് തെളിയിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചാലും മതി. അതല്ല നിങ്ങൾക്ക് കൂടുതൽ വഴിപാട് ചെയ്യാനുള്ള ശേഷിയുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. മറ്റ് മതക്കാർ അന്നദാനം, നാണയം സമർപ്പിക്കുക, പട്ട് സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. അവരുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അന്നദാനം എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ മഹത്തായ ദാനമാണ്. 1000 കുതിരകളെയും 1000 ആനകളെയൊക്കെ കൊടുക്കുന്നതിനേക്കാൾ വലിയ ദാനമാണ് അന്നദാനം എന്നാണ് പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ചെയ്താൽ അവർക്ക് ഈ ആനുകൂല്യങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ടത് സഹായിക്കുന്നതാണ്. അടുത്തത് മീനക്കൂറാണ്. അപ്പോൾ മീനക്കൂറിൽ രാഹു സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു കാലഘട്ടമാണ്. ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന രാഹു ഏതായാലും കുറുക്കുവഴികളിൽ കൂടെ ധനം നൽകുന്ന ഗ്രഹാവസ്ഥയാണ്. 12ൽ ശനി എന്നുള്ളതാണ് അവർക്ക് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ശനി മൂലത്രികോണത്തിലായതുകൊണ്ടും അതിപ്പം വക്രത്തിൽ പുറകോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയതുകൊണ്ടും മീനക്കൂറുകാർക്ക് കുറച്ച് കാലം വളരെ ഗുണകരമാണ്. മീനക്കൂറി വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി. നമുക്ക് പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രക്കാരുടെ കാര്യം നമുക്ക് എടുക്കാം. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ 3ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. 3ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഗുണകരമായ ഒരു സമയമാണ്. ധൈര്യമുണ്ടാകും. ധൈര്യേ ഭൗമോ ജനയതി ജയം, സ്വർണഭൂഷാ പ്രമോദം, സ്വർണ്ണാഭരണങ്ങൾ കിട്ടും. പ്രമോദം എന്ന് പറഞ്ഞാൽ സന്തോഷം, അത് കിട്ടും. അപ്പം വ്യാഴം 3ൽ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകളും ചൊവ്വയുടെ ഈ 3ലെ സഞ്ചാരം കൊണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടും. മാത്രമല്ല മീനക്കുറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിൻ്റെ അധിപൻ കൂടെയാണല്ലോ ചൊവ്വ. അപ്പം ഭാഗ്യാധിപൻ 3ാം ഭാഗ്യാധിപൻ കൂടെ ആയതുകൊണ്ട് അവർക്ക് ഭാഗ്യാനുഭവങ്ങൾക്ക് യോഗം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് പെട്ടെന്നുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകാം. രാഹുവിൻ്റെ സ്ഥാനം കൊണ്ടും ചൊവ്വയുടെ സ്ഥാനം കൊണ്ടും ഗുരുമംഗള യോഗം കൊണ്ടും. ചൊവ്വയും വ്യാഴം എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാരകനാണ്. പക്ഷേ 3ൽ വ്യാഴം എന്ന് പറയുന്നത് ധനനഷ്ടം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. ചൊവ്വയും വ്യാഴവും ചേരുമ്പോൾ, ചൊവ്വയും വ്യാഴവും അതായത് 3ലെ ചൊവ്വയും വ്യാഴത്തോട് ചേരുമ്പോൾ ആ ചൊവ്വയുടെ പ്രഭാവം കൊണ്ട് വ്യാഴത്തിൻ്റെ ദോഷഫലം നല്ലൊരു അളവ് വരെ കുറയുന്നതാണ്. രോഗദുരിതങ്ങളൊക്കെ കുറയും. അച്ഛൻ വഴിക്കുള്ള ബന്ധുക്കളിൽ നിന്ന് ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾക്ക് പരാജയമുണ്ടാകും. പല കാര്യങ്ങളിലും നമുക്ക് സുഖം അനുഭവപ്പെടും. വസ്ത്രാഭരണാദി നേട്ടങ്ങളും ഈ സമയത്ത് ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. ജോലിയിലുള്ളവർക്കും വളരെ അനുകൂലമാണ് ഈ അവസ്ഥ. മീനക്കൂറിൽപ്പെട്ടവരും വിഷ്ണു ഭഗവാന് വഴിപാട് ചെയ്യണം. വിഷ്ണു ഭഗവാന് പാൽപ്പായസം, താമരമുട്ടൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാഹുവിന് സർപ്പദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യണം. ജന്മക്കൂറിലാണ് രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ സർപ്പദൈവങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴിപാടുകൾ, നൂറുംപാലും അല്ലെ ആയില്യപൂജ, അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക, അല്ലെങ്കിൽ പട്ട്, നാണയം തുടങ്ങിയവ സമർപ്പിക്കുക. ഏതെങ്കിലും ഒരു വഴിപാട്, ഇല്ലെങ്കിൽ ഹാരങ്ങളുണ്ടല്ലോ, സർപ്പദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന ഹാരങ്ങൾ, മാലകൾ, പുഷ്പമാലകൾ, അത് സമർപ്പിക്കാം. പിന്നെ ഒരുപാട് വഴിപാടുകൾ വേറെ ഉണ്ട്. പിന്നെ സർപ്പം പാട്ടൊക്കെ പോലുള്ളത് ഞാൻ വളരെ ചെറിയ വഴിപാട് ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഗതി മീനക്കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. അടുത്തത് പിന്നെ വൃശ്ചിക കൂറാണ്. വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്. 7 ചൊവ്വ എന്ന് പറയുന്നത് ഒട്ടും ഗുണകരമല്ല. പക്ഷേ 7ൽ വ്യാഴം എന്ന് പറയുന്നത് ഗുണകരമാണ്. വ്യാഴം 7ൽ അനുഗ്രഹത്തോടെ നിൽക്കുമ്പം 7ലേക്ക് എത്തുന്ന ചൊവ്വയുടെ ദോഷഫലങ്ങൾ നന്നായിട്ട് കുറയുന്നതാണ്. 7ൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയത്ത് കളത്ര കലഹ അക്ഷിരുക്ക് എന്നുള്ളതാണ് ഫലം. അതായത് ഭാര്യയുമായിട്ട് കലഹം ഉണ്ടാകും. അക്ഷി രുക്ക് എന്ന് പറഞ്ഞാൽ, അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്, രുക്ക് എന്ന് പറഞ്ഞാൽ രോഗം, കണ്ണുകൾക്ക് രോഗം ഉണ്ടാകും. ഉദര രോഗം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയത്ത് വ്യാഴം 7ൽ സഞ്ചരിക്കുന്ന കാലം വളരെ സുഖകരമായ കാലമാണ്. യാത്രാം ശോഭന ഹേതവേ വനിതയാ സൗഖ്യം സുതാപ്തിം സ്മരേ. ശുഭകർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര, അല്ലെങ്കിൽ യാത്രകളിൽ ശുഭമുണ്ടാകും, ഭാര്യാസുഖം അനുഭവിക്കും, പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കും, മാതൃപിതൃ സ്വത്ത് ലഭിക്കും, അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും ധനലാഭം ഉണ്ടാകും, ബിസിനസ്സിൽ നിന്നും നല്ല ലാഭം ഉണ്ടാകും, പങ്കാളിത്ത ബിസിനസ്സുകൾ ലാഭകരമാകും, സുതാപ്തിം നല്ല സൽപുത്രന്മാരെ ലഭിക്കാൻ, അല്ലെങ്കിൽ സൽപുത്രിമാരെ ലഭിക്കാനുള്ള യോഗമുണ്ട്. മക്കളൊക്കെ നല്ല മിടുക്കരായിരിക്കും. ഈ സമയത്ത് നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വ്യാഴം വളരെ ഗുണകരമായിട്ട് നിൽക്കുമ്പം അങ്ങോട്ടാണ് ചൊവ്വ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ചൊവ്വയും വ്യാഴവും ചേർന്നുള്ള ഈ ഗുരുമംഗള യോഗം കൊണ്ട് ചൊവ്വയുടെ ദോഷഫലങ്ങൾ നന്നായിട്ട് കുറയുന്നു. പിന്നെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകതയുള്ളത് അവരുടെ രാശിനാഥനാണ് ചൊവ്വ. അപ്പോൾ രാശിനാഥൻ വ്യാഴത്തോട് ചേർന്ന് 7ൽ സഞ്ചരിക്കുന്ന കാലം എന്നുള്ളത് കൊണ്ട് ഗുണകരമാണ്. ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഈ ഗുരുമംഗള യോഗം നമ്മുടെ രാശിയിലേക്കും 2ാം ഭാവത്തിലേക്കും കർമ്മഭാവത്തിലേക്കും ഒക്കെ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കർമ്മപുഷ്ടി ഉണ്ടാകും, വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും, അപ്രതീക്ഷിതമായ ധനാഗമനത്തിനും യോഗമുണ്ട്. പങ്കാളിയുമായിട്ട് പല കാര്യങ്ങളിലും വളരെ യോജിച്ച് പ്രവർത്തിച്ച് നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കുന്നൊരു കാലമാണ്. തീർച്ചയായിട്ടും വൃശ്ചികക്കൂറുകാർ അവരുടെ രാശിനാഥനായ ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന ദേവതകളായ ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാട് ചെയ്യേണ്ടതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് വളരെ ഗുണകരമാണ്. എന്നിട്ടൊരു വിളക്കും കൂടെ തെളിയിച്ചേക്കുക. അപ്പോൾ അത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ ആനുകൂല്യത്തിനുള്ള മഹാവിഷ്ണുവിനെ ഭജിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. തുളസിമാല സമർപ്പിക്കുക. അതുപോലെ തന്നെ പല രീതിയിലുള്ള പായസങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് സമർപ്പിക്കാം. പട്ട് സമർപ്പിക്കാം, പുഷ്പാഞ്ജലി സമർപ്പിക്കാം. ഇതൊക്കെ ഗുണകരമായ കാര്യമാണ്. അപ്പോൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും വഴിപാടുകൾ ചെയ്യുന്നത് ഈ സമയത്ത് വളരെ നന്നായിരിക്കും. അപ്രതീക്ഷിത ധനലാഭം, ഇത് ലോട്ടറി മുഖേന മാത്രമാകണമെന്നില്ല, മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തുക നമ്മളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളൊക്കെ ലാഭകരമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. പിതൃസ്വത്തും മാതൃസ്വത്തും ഒക്കെ ലഭിക്കാനുള്ള യോഗവും ഈ സമയത്തുണ്ട്. സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ഉണ്ടാകും. ഇതാണ് നമുക്ക് വൃശ്ചിക കൂറിൻ്റെ ഫലമായിട്ട് പറയാനുള്ള ഒരു ഫലം. അപ്പോൾ ശനി വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 4ാം ഭാവത്തിലായിരുന്നു. അപ്പം കണ്ടകശനിയൊക്കെയാണ്, എങ്കിലും ശനി ഇപ്പം വക്രത്തിലാണ്. അതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂറുകാർക്ക് കുറേ ആശ്വാസം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ കൂടെ ഇത്തരം യോഗങ്ങൾ കൂടെ ആകുമ്പം അവർക്ക് ഗുണകരമായിട്ട് വരുന്നതാണ്. അപ്പോൾ അവർ ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി മകരക്കൂറുകാർക്കും സാമാന്യം ഗുണകരമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മകരക്കൂറിൽ വരുന്നത് അവിട്ടത്തിൻ്റെ, ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി.
ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. അപ്പോൾ ഉത്രാടം നക്ഷത്രക്കാരുടെ കൊണ്ടാണ് ഞാൻ ധനുക്കൂറ് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് ഉത്രാടം ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചും അവരുടെ 4-ാം ഭാവത്തിൻ്റെയും 11-ാം ഭാവത്തിൻ്റെയും അധിപനാണ് ചൊവ്വ. 5-ാം ഭാവം എന്ന് പറയുന്നത് സന്താന ഭാവമാണ്. അതുപോലെ തന്നെ ബുദ്ധിയെയും പ്രജ്ഞയെയും ഒക്കെ പ്രചോദിപ്പിക്കുന്ന ഭാവമാണ്. 5-ൽ വ്യാഴം സഞ്ചരിക്കുമ്പം പുത്രോൽപത്തിയും ഉപൈതി സജ്ജനയുതിയും രാജാനുകൂല്യം സുതേ എന്നുള്ളതാണ്. അതായത് രാജാനുകൂല്യവും നല്ല കുട്ടികൾക്ക് ഐശ്വര്യമൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ചൊവ്വ 5-ൽ സഞ്ചരിക്കുമ്പോൾ ജ്വരം അനുചിത ചിന്താം, ജ്വരം, പനി, അനുചിത ചിന്ത, ഉചിതമല്ലാത്ത ചിന്തകൾ, മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചിന്തകൾ, ഇതൊക്കെ ഉണ്ടാകാം. അതുപോലെ മക്കൾക്ക് അത്ര ഗുണകരമല്ല ചൊവ്വ 5-ൽ സഞ്ചരിക്കുന്നത്. പക്ഷേ വ്യാഴവും ചൊവ്വയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് മക്കൾക്ക് ഗുണകരമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ രോഗാവസ്ഥയൊക്കെ മാറിയിട്ട് ആരോഗ്യം സിദ്ധിക്കുന്ന കാലവുമാണ്. ബന്ധുക്കളുമായിട്ട് കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് 5-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ. പക്ഷേ വ്യാഴം കൂട്ടത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൊണ്ട് കലഹം ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, പല ബന്ധുക്കളും നമ്മളെ സഹായിക്കാനായിട്ട് എത്താനും സാധ്യതയുണ്ട്. വലിയൊരു ധനപരമായ നേട്ടത്തിന് സാധ്യതയില്ലെങ്കിലും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ സമയം ഗുണകരമാണ്. മാത്രമല്ല മകരക്കൂറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ് മകരം എന്ന് പറയുന്നത്. ആ ഒരു പ്രധാന ആനുകൂല്യം കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ 5-ാം ഭാവം എന്ന് പറയുന്നത് ഗുണകരമായ ഭാവമാണല്ലോ. ചൊവ്വ 5-ൽ നിൽക്കുന്നതാണല്ലോ ദോഷം. അപ്പം ചൊവ്വ ഉച്ച സ്ഥാനം പ്രാപിക്കുന്ന രാശിയാണ് മകരം എന്നുള്ളത് കൊണ്ട് ചൊവ്വ 5-ൽ സഞ്ചരിക്കുന്ന ഈ കാലം അവർക്ക് വലിയ ദോഷമൊന്നും ചെയ്യില്ല. മാത്രമല്ല വ്യാഴത്തിൻ്റെ ഗുണവും കൂടി ആകുമ്പോഴത്തേക്കും അവർക്ക് പല രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ അവരുടെ രാശിനാഥനായ ശനി വക്രത്തിൽ ധനഭാവത്തിൽ സഞ്ചരിക്കുന്നു. അത് ഗുണകരമാണ്. ബുധശുക്രന്മാരുടെ നീക്കങ്ങൾ കൊണ്ടും ആദിത്യൻ സ്ഥാനം മാറുന്നതുകൊണ്ടൊക്കെ അവർക്ക് പിന്നീട് ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം കൊണ്ട് പ്രധാനമായിട്ടും ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആളുകൾ ഇത്രയും നക്ഷത്രക്കാരാണ്. മകരക്കൂറുകാർ ശാസ്താവിന് വഴിപാട് ചെയ്യണം. ശനിദേവന് എള്ളുതിരി തെളിയിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബലികർമാദികൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഈ കർക്കിടക മാസത്തിൽ അങ്ങ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെ പല തടസ്സങ്ങളും മാറി ധനപരമായിട്ട് ഗുണകരമായിട്ട് വരുന്നതാണ്. ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് വലിയൊരു ധനം മകരക്കൂറുകാർക്ക് പറയാൻ കഴിയില്ലെങ്കിലും അവർക്കും ധനപരമായിട്ട് നേട്ടമുണ്ടാകാൻ ഇടയുള്ളൊരു സമയമാണ്. ബുധശുക്രന്മാരുടെ സ്ഥാനം കൊണ്ടും സൂര്യൻ മാറി വരുന്നത് കൊണ്ടുമൊക്കെ അതിന് നേട്ടമുള്ള സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഈ വക വഴിപാടുകൾ ചെയ്യുക. ചൊവ്വ പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുക. ചൊവ്വയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് നല്ലതാണ്. ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുങ്കുമാർച്ചന പോലുള്ള വഴിപാടുകളും നമുക്ക് ചെയ്യാം ദേവീക്ഷേത്രങ്ങളിൽ. അത് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അവിടുത്തെ പൂജാകർമ്മം ചെയ്യുന്ന ആളിനോട് ചോദിച്ചിട്ട്, അവിടുത്തെ തിരുമേനിയോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ചെയ്യുക. അപ്പോൾ ചൊവ്വ കൊണ്ടുള്ള തടസ്സങ്ങൾ നല്ലൊരു അളവ് വരെ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ചൊവ്വയും വ്യാഴവും ചേർന്ന് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ വ്യാഴം പല ഘട്ടത്തിലും ദോഷകരമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഈ ചൊവ്വയും വ്യാഴവും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷീണാവസ്ഥ ചൊവ്വ പരിഹരിച്ചു കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ഗുരുമംഗള യോഗത്തിനൊരു പ്രത്യേകതയുള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ ഈ പറഞ്ഞിട്ടുള്ള വഴിപാടുകളൊക്കെ നിങ്ങളുടെ കഴിവിൻ്റെ രീതിയിൽ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം നല്ലതായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ എന്നും നന്മ വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.